ഇന്ന് മോനെ നിന്റെ ബലൂണ്. താങ്ക് യു അങ്കിൾ. നമ്പർ 1 നമ്പർ 2 നോക്ക്, മോട്ടുവും പത്തലവും വരുന്നുണ്ട്. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടുവും പത്തലവും പതറും ഈ ജോണിന്റെ ഐഡിയക്ക് മുന്നിൽ. ഇനി അവരെ രക്ഷിക്കാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാണ്. ഇതയുടെ കാര്യക്ക് ഇവിടെ എന്നിട്ട് മര്യാദക്ക് പണിയെടുക്കാൻ നോക്കണേ. എല്ലാവരും വരൂ വരൂ, ചക്രം കറക്കൂ, സമ്മാനം നേടൂ. കൃത്യസ്ഥാനത്ത് ചക്രം തിരിച്ചെത്തുന്നവർക്കൊരു വെടിക്കെട്ട് സമ്മാനമുണ്ട്. സമ്മാനം നേടൂ. ചക്രം ചുറ്റി നിന്ന് സമ്മാനം കിട്ടുമെന്നോ? എന്നാ പിന്നെ ഞാനൊന്ന് ചുറ്റി നോക്കട്ടെ. ഇതൊടുക്കത്തെ കടക്കാൻ നമ്പർ 13 നോക്കൂ, നമ്പർ 13 എന്താ ഉള്ളതെന്ന് നോക്കൂ. നമ്പർ 13 സമൂസയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. കഴിക്കൂ, അർമാദിക്കൂ. എനിക്ക് സമൂസ ഭയങ്കര ഇഷ്ടമാണ്. വേഗം കൊണ്ടുവരാൻ പറ, വേഗം കൊണ്ടുവരാൻ പറ. എന്റെ പത്തലു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും. നമ്പർ 27 ഇപ്പോ നിങ്ങൾക്ക് എന്ത് സമ്മാനമാണ് കിട്ടിയതെന്ന് നോക്കാം. ഒരു വെടിക്കെട്ട് അപ്സരസ്. വെടിക്കെട്ട് അപ്സരസോ? ഇതെങ്ങനെ സംഭവിക്കും? ഇനി ഒന്നും നോക്കാനില്ല, ഇവളും നിങ്ങളുമായുള്ള വിവാഹം നടന്നിരിക്കുന്നു. അപ്സരസിനെ വിളിക്കൂ. എന്ത് പറ്റി പത്തലു? അല്ല, ഇതെന്താ? ഇത് നിങ്ങളുടെ പത്നിയാണ്. ഇവളെ വിളിച്ചുകൊണ്ട് പോകൂ, എന്നിട്ട് കല്യാണം കഴിക്കൂ. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. സ്വാമി വരൂ, ഇനിയുള്ള എന്റെ ജീവിതം അങ്ങയോടൊപ്പമാണ്. വരുന്നേ. ഞാൻ നീ പറയുന്ന പോലെ നിന്റെ സ്വാമിയും കൂമിയൊന്നും അല്ല. ഇല്ല, അങ്ങനെ പറയരുതേ പ്രാണനാഥ. എന്താ? ഓടിക്കോ. നിൽക്കൂ, നിൽക്കൂ. പോകരുത്. എന്നെ വിട്ടിട്ട് പോകരുത്. ബൈ ബൈ. മോട്ടു, ഇനി അവരെങ്ങാനും വരികയാണെങ്കിൽ ഒരിക്കലും പറയരുത് ഞാൻ ഇവിടെ ഉണ്ടെന്ന്. എന്റെ പത്തലു, ഞാൻ പറയൂല, നീ വിഷമിക്കണ്ടെന്നേ. എവിടെയാണ് എന്റെ സ്വാമി? എനിക്കറിയില്ല. മാത്രമല്ല, അവനൊരിക്കലും നിങ്ങളുടെ സ്വാമിയാവാൻ പറ്റില്ല. എവിടെയാണ് എന്റെ പ്രാണനാഥൻ? നോക്കൂ, എന്റെ കല്യാണം അദ്ദേഹത്തോടൊപ്പം നടക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ഞാൻ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാം. സമ്മതം അല്ലേ അനിയ? എന്താ അനിയനോ? അങ്ങ് അദ്ദേഹത്തിന്റെ അനുജനല്ലേ, അപ്പോ എനിക്കും അനുജൻ തന്നെ അല്ലേ? ആ, അതെ അതെ, നിങ്ങൾ വളരെ ശരിയാണ് പറയുന്നത് ഏടത്തി. ഈ വീട് നിങ്ങളുടെ തന്നെയാണ്. അങ്ങോട്ട് നോക്കൂ, പത്തലു ആ ടേബിളിന്റെ അടിയിലുണ്ട്. ബൈ ബൈ. പുറത്തേക്ക് വരൂ പ്രാണനാഥ. ചേട്ടാ, പുറത്തേക്ക് വരുന്നേ. പ്രാണനാഥന്ന് വിളിക്കാൻ നീ ആരാ? എന്നാ കേട്ടോ, ഞാൻ നിന്റെ പ്രാണനാഥനൊന്നും അല്ല. അതെ അതെ, പറഞ്ഞതുപോലെ വേഗം വേണം, മനസ്സിലായോ? പക്ഷെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കല്യാണമാ. പൊളിച്ചെടുത്തല്ലോ. പിന്നെ കുതിരയെ നല്ലപോലെ അലങ്കരിച്ചിട്ട് കൊണ്ടുവരണേ, അത് മറക്കല്ലേ.
ഓ എന്റെ ചെങ്ക എന്റെ ബ്രോ കസേരകളെ കുറിച്ച് അധികം വേണേ. 1000-ലധികം ആൾക്കാർ വരുന്നതാ കൃത്യസമയത്ത് തന്നെ. എനിക്ക് തോന്നുന്നത് ഇവന്മാരെല്ലാം കൂടി എന്നെ കല്യാണം കഴിപ്പിക്കുമെന്നാ. നിങ്ങളിത് എന്തായി ചെയ്യുന്നേ? വേണ്ട, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല. വരൂ പത്ലു. എന്താ നിനക്കെന്താ പറ്റിയത്? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. എന്ത് പറയാനാ എന്റെ ചിങ്കം സാറേ? പക്ഷെ ചേട്ടത്തെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഏത് ചേട്ടത്തിയുടെ കാര്യ പറയുന്നേ? നിങ്ങളിത് എന്തൊക്കെ ചിങ്കം സാറേ പറയുന്നേ? ഞാൻ അകത്ത് പോയി ഒളിച്ചിരിക്കാൻ പോകുക. ആര് വന്നാലും ഇവിടെ ഞാനുണ്ടെന്ന് പറയരുത്. ചെല്ല് ചെല്ല്, അകത്തേക്ക് ചെന്ന് ഒളിഞ്ഞിരുന്നോ. ദാ വെള്ളം കുടിക്കൂ. ആ വളരെ നന്ദിയുണ്ട്. ചേട്ടാ വരൂ, വന്ന് ഭക്ഷണം കഴിക്കൂ. അങ്ങ് ഓടി ഓടി തളർന്നിരിക്കുക. ഇനി ഓടരുതേ. എന്തൊക്കെയാ ഈ പറയുന്നേ? ചേട്ടാ നിൽക്കൂ. ബോക്സറേട്ടാ, ബോക്സറേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കേ പ്ലീസ്. സോറി പത്ലു എന്താ പറ്റിയത്? ബോക്സറേട്ടാ, ഒരു പെണ്ണ് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ ശല്യം ചെയ്ത് നടക്കുക. എനിക്ക് അവളെ കല്യാണം ഒന്നും കഴിക്കണ്ട. എന്നെ ഒന്ന് രക്ഷിക്ക. എങ്ങനെ കരയാതെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ബോക്സർ ചേട്ടാ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വളരെ നല്ല ഇടത്തിയാ അത്. പത്ലുവിനെ പൊന്നു പോലെ നോക്കിക്കോളും. എന്റെ ബോക്സർ ബ്രോ കണ്ടോ, ഇദ്ദേഹം എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ബോക്സർ ചേട്ടനൊന്ന് പറയൂ. എന്ത്, നീ എന്നെ ബ്രോ എന്ന് വിളിച്ചോ? അതെ, നിങ്ങളുടെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ ബ്രോയുടെ ഓർമ്മയാ വരുന്നത്. എന്റെ പെങ്ങളെ നീ കല്യാണം കഴിക്കില്ല? എന്റെ പത്ലു ഏടത്തി വളരെ നല്ലയാളാ. നിന്നെ പൊന്നു പോലെ നോക്കൂ എന്റെ പത്ലു. ആ, ഇല്ല, ഞാൻ കല്യാണം കഴിക്കില്ല. ബോക്സറേട്ടാ, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഒന്ന് പഞ്ച് ചെയ്തോ. അത് ശരി, നിനക്കപ്പ പഞ്ചാണ് വേണ്ടതല്ലേ? താങ്ക് യു ബോക്സറേട്ടാ, ഞാൻ കല്യാണം കഴിക്കില്ല. പത്ലു വന്നല്ലോ. പത്ലു കല്യാണത്തിന് തയ്യാറായേ. കണ്ടില്ലേ, കുതിരയുടെ പുറത്താ കയറിയിരിക്കുന്നത്. അങ്ങ് എത്തിയോ പ്രാണനാഥ? മണ്ഡപം എവിടെയാണ്? എന്റെ അമ്മേ. പത്ലു stop. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എന്റെ ചങ്ക എവിടെ നിൽക്കൂ? കല്യാണം കഴിക്കേ. പെണ്ണിനെ ഇട്ടേച്ച് പോവല്ലേ. അവിടെ നിൽക്കേ. നന്ദിയുണ്ട് കുതിരെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. പത്ലു നിൽക്കേ. എന്റെ പത്ലു, നീ ഇതെന്താ കാണിക്കുന്ന പത്ലു? നല്ല പെൺകുട്ടിയാണ്, നല്ലൊരു ഏടത്തിയാണ്. കല്യാണം കഴിച്ചൂടെ നിനക്ക്? എന്റെ മോട്ടു, നീ ഒന്ന് ആലോചിക്കേ. നമുക്ക് എന്താ ഇതുവരെ സംഭവിച്ചെന്ന്? ലക്കി ഡ്രോയിൽ ഒരു പെണ്ണിനെ കിട്ടി. ആലോചിക്കേ. ഉയരമില്ലാത്ത തടിച്ച താടി വെച്ച മുഖത്ത് മറുകുള്ള. ആലോചിക്കേ. കള്ളനെ കിട്ടിയില്ലേ? ആ, ജോൺ. നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു കേട്ടോ. ഇനി 2 ദിവസം കൂടെ അവരുടെ പുറകെ ഇങ്ങനെ ഞാൻ ചുറ്റിക്കറങ്ങി നടന്ന അവർ ഈ സ്ഥലം വിട്ടിട്ട് പോക്കളയും. ശരി, എനിക്ക് എന്റെ കാശെടുക്കില്ലേ? ഒരു മിനിറ്റ്, ഇതാ പൈസ ഇതിനകത്തുണ്ട്. ആദ്യം അവരെ വിട്ട് ഓടിക്ക്, എന്നിട്ട് തരാം. ആ ഓടിച്ചേക്കാം. ആദ്യം ഈ വിഗ് ഒന്ന് കഴിച്ചോട്ടെ. എന്തൊരു ചൂട്, വിശറിയുണ്ട് കയ്യില്. അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായി അല്ലേ? എന്താ ശരി, എല്ലാം പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞ പോലെ? ഇനി എന്റെ ഊഴമാണ്. എവിടേക്കാ ഓടുന്നേ? ബാങ്കിന്റെ പിന്നിലേക്കോ, അതോ ജ്വല്ലറിയിലേക്കോ, അതോ മരത്തിന്റെ മുകളിലേക്കോ? എടാ ജോണേ, ആ ഈ ലൊക്കേഷൻ ശരിയായിരിക്കുമെന്നാ തോന്നുന്നേ. നീ അവിടെ ഒളിച്ചിരിക്കാനുള്ള പരിപാടിയാണോ? മരത്തിലെ ഇലകളെ, നിങ്ങളൊക്കെ ഒന്ന് വേഗം സഹകരിച്ചേ. എന്നാ പിടിച്ചോ, എന്നെയാണോ കല്യാണം കഴിപ്പിക്കുന്നേ? ഓടിവായോ.
സിംഗം സാറേ ഞാൻ ജയിലിലേക്ക് പോവാ വരുമ്പോ ഉടുപ്പെടുത്തോണ്ട് വന്നേക്കണേ അവൻ എവിടേക്കാ ഓടാൻ വിടുന്നേ? പിടിക്കവനെ. അവൻ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയവനാ. Watch India's largest kids library only on Jio Hotstar. Download the app now.